ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ആദ്യം തന്നെ ശ്രീ സുരേഷ് ബാബുവിനെ ഒരു അഭിനന്ദനം പറയുകയാണ്. കാരണം ഇങ്ങനെ ശാന്തമായിട്ട് ഈ വിഷയത്തിനെ കൈകാര്യം ചെയ്യാൻ ഇടതുപക്ഷത്തു നിന്നും ഈ ചർച്ചയിൽ ഹാജരായ ഞാൻ അദ്ദേഹമായിട്ട് ആദ്യമാണ് ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഗവർണർ ഒപ്പിടാത്ത എല്ലാ ബില്ലുകളെ കുറിച്ചിട്ടും ഗവർണറോട് പക്ഷം ചേരാൻ എനിക്ക് സാധ്യമല്ല. അത്യാവശ്യം വേണ്ട 1-2 ബില്ലുകൾ അതിലുണ്ട്. അതിൽ പ്രധാനമാണ് ഈ ഭൂമി തരംമാറ്റലുമായി, ഭൂവിനിയോഗ ബില്ലല്ല, ഭൂമി തരംമാറ്റലുമായിട്ടുള്ള ബില്ലിലെ ഭൂമി തരം മാറ്റുന്നതിന് അധികാരം നൽകുന്ന സബ് കളക്ടർമാർക്ക് അധികാരം നൽകുന്ന ഒരു ബില്ല് ഈ ഗവർണർ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് നെട്ടോട്ട് ഓടുകയാണ്. അതായത് വർഷങ്ങളോളം തങ്ങൾ താമസിച്ച ഭൂമിയും വീടും തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുകയാണ്. അപ്പോൾ കാരണം എന്താ, നമ്മുടെ റവന്യൂ ഓഫീസുകളിൽ വേണ്ടത്ര സജ്ജീകരണങ്ങളില്ല. അപ്പോൾ സബ് കളക്ടർമാർക്കും അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്കും കൂടി അതിന് അനുവാദം നൽകുന്നൊരു ബില്ല് അദ്ദേഹം പിടിച്ചു വെച്ചിട്ടുണ്ട്. അതേസമയത്ത് സർവകലാശാലകളെ കുറിച്ചിട്ടും ഇവിടുത്തെ ലോകായുക്തയെ കുറിച്ചിട്ടൊക്കെ ഗവർണർ പിടിച്ചു വെച്ച ബില്ലുകൾ യഥാസ്ഥിതിയോടുകൂടി തന്നെയാണ്. അത് അങ്ങനെ തന്നെ പിടിച്ചു വെക്കണം. അതിനെ പറ്റിയിട്ട് വളരെയധികം ആലോചിച്ച് ഒപ്പിടുകയും വേണം. അപ്പോൾ ഗവർണറുടെ എല്ലാ നടപടികളോടും പൂർണ്ണമായി യോജിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എന്ന് പറയട്ടെ. അതുമാതിരി തന്നെ കോൺഗ്രസിലത്തെ കെ സുധാകരൻ, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്, ഈ മണിക്ക് സമാനമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയ നേതാക്കളെയും തങ്ങൾക്ക് എതിരാളികളെയും അങ്ങേയറ്റം മോശമായ രീതിയിൽ പല സമയത്തും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിനെ അനുസ്മരിച്ചുകൊണ്ട് പറയട്ടെ, MM മണിക്ക് മൂക്കുകയറിടേണ്ട സമയം അതിക്രമിച്ചു. ഇവിടെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അങ്ങേയറ്റം തെറ്റാണ്. തിരുത്താൻ എല്ലാ സമയത്തും ഇടതുപക്ഷം തയ്യാറായിട്ടുണ്ട്. ആരെ തിരുത്താൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് പറയുന്നത്? IAS-കാരെ IAS പട്ടികൾ എന്ന് വിളിച്ചിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ മാറി നിന്നുകൊണ്ട് ഇടതുപക്ഷ ഭരണത്തെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് G സുധാകരൻ എന്ന്. IAS പട്ടികൾ എന്നാണ് വിളിച്ചത്, കൊഞ്ഞാണന്മാർ. ആര് തിരുത്തി? അതുമാതിരി തന്നെ ഇപ്പോഴത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വ്യക്തിക്ക് കുറച്ചു കാലം മന്ത്രിയാവാൻ പറ്റി, M ഗോവിന്ദനെ. അദ്ദേഹം എന്താണ് സർക്കാർ ഉദ്യോഗസ്ഥരെ വിളിച്ചത്? വൈറ്റ് കോളർ ബെഗേഴ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് എവിടെ ആരെ തിരുത്തി? ഇന്ത്യൻ ഭരണഘടനയിൽ കുന്തവും കൊടച്ചക്രവും കണ്ടു എന്നൊരു മഹാൻ നിന്ന് പ്രസംഗിച്ച് അതിനെ ആര് തിരുത്തി? ആരും ഒന്നും തിരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഭാ മേലധ്യക്ഷന്മാരെ അങ്ങേയറ്റം മോശമായിട്ട് അതേ വ്യക്തി വീണ്ടും അപമാനിച്ചപ്പോഴും ആരും ഒന്നും തിരുത്തിയില്ല. ഭാഗികമായി ഞാനത് പിൻവലിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ തിരുത്തപ്പെടുന്നില്ല. രോഹിണി ഒരു കാര്യം ശ്രദ്ധിച്ചു. രോഹിണി ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ അതിന് കൈയടിക്കാൻ ഒരുപാട് പേരുള്ളൊരു നാടാണ് കേരളം. അദ്ദേഹത്തെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ്. 1, 2, 3 പ്രയോഗം നടത്തിയിട്ട് 3 പേരെ തല്ലിക്കൊന്നിട്ട് 3 സ്ഥലത്തായിട്ട് 3 വിധത്തിൽ കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് എന്താണ്? അതൊരു ശൈലി, നാട്ടുശൈലി പ്രയോഗമാണെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ നാട്ടുശൈലി പ്രയോഗം കേരളത്തിലെ ഇദ്ദേഹത്തെ ആരാധിക്കാത്ത മറ്റ് ജനങ്ങൾ അനുഭവിക്കണമെന്ന് ഒരു പാർട്ടി സെക്രട്ടറി എങ്ങനെയാണെന്ന് പറയുക? ഇപ്പം അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ മണി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനൊരു ഓമനപ്പേര് നൽകിയിട്ടുണ്ട്, മണി ആശാൻ. എന്തിൻ്റെ ആശാൻ? കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിൻ്റെ കൃതികൾ എഴുതുന്ന വ്യക്തി എന്ന നിലയ്ക്കുള്ള ആശാൻ എന്നുള്ള പ്രയോഗമാണോ? ചിലവരൊക്കെ മണിയാശാൻ സമൂഹ മാധ്യമങ്ങളിൽ കാണാം. എന്ത് ആശാൻ പ്രയോഗമാണ്? ഒരു വ്യക്തിയെ അത്തരത്തിലൊരു കാര്യം പറയുമ്പോൾ അദ്ദേഹം നൽകുന്ന ഒരു സന്ദേശമെങ്കിലും ജനങ്ങൾക്ക് ബോധവൽക്കരിക്കാൻ ഉതകിയെങ്കിൽ അത് ഒരു ആശാൻ എന്ന പ്രയോഗം വേണം. ഈ ഒരു 5 വർഷം മന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഇയാൾ ഈ 5 വർഷം മന്ത്രിയായിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം അദ്ദേഹം ഉടുമ്പൻചോല MLA ആണ്. എന്താണ് ഇത്തരത്തിലുള്ള വാക്കുപ്രയോഗങ്ങളിലൂടെ, ഇത്തരം അസഭ്യ പ്രയോഗങ്ങളിലൂടെ അദ്ദേഹം എന്ത് സന്ദേശമാണ് പാർട്ടി പ്രവർത്തകർക്കും കേരളത്തിലെ നികുതിദായകർക്കും നൽകുന്നത്? ഒരു കാര്യം ഈ മണി അടക്കമുള്ളവർ മനസ്സിലാക്കണം. വിദ്യാഭ്യാസപരമായും ഭരണഘടന അരച്ചു കലിക്ക് കുടിച്ചതിൻ്റെ പേരിലായാലും ഇപ്പോഴത്തെ ഗവർണറെ വെല്ലാൻ ഇവിടുത്തെ CPM എന്ന പാർട്ടിക്ക് ആവില്ല. കാരണം അദ്ദേഹത്തോടുള്ള വിയോജിപ്പുകളൊക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ നോളജും കാര്യങ്ങൾ ഇന്ത്യ എന്താണെന്നുള്ള അദ്ദേഹത്തിൻ്റെ അറിവിനെ കുറിച്ച് അതിൻ്റെ ഒരു ഇങ്ങേ അറ്റത്ത് പിടിച്ചു നിൽക്കാൻ പോലുമുള്ള കഴിവില്ലാത്തവർ ഈ ഇരുട്ടത്ത് നിന്ന് നഗ്നത കാണിക്കുന്ന പോലെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ട് എന്താണ് നേടാൻ പോകുന്നത്? ഇവിടെ ഹൈക്കോടതി ജഡ്ജിമാരെ ചുംബന്മാർ എന്ന് വിളിച്ചിട്ട് അത് പ്രകാശം പരത്തുന്ന എന്ന വാക്കിലുള്ള അർത്ഥമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചവരാണ് ഈ CPM. അതാരാണ് തിരുത്തിയത്? അത്തരക്കാരാണ് ഇവരെ പ്രോത്സാഹിപ്പിച്ച് വിടുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ കാലത്തും CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു വലിയ, ഞാനിപ്പോഴും CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റിൻ്റെ ഒരു പ്രവർത്തകൻ തന്നെയാണ് കേട്ടോ. പക്ഷേ അത് പിണറായിസവുമായിട്ട് അതിന് ബന്ധമില്ല. അപ്പോൾ ഞാൻ ഒരു BJP-കാരനോ ഞാനൊരു കോൺഗ്രസ്സുകാരനോ ആണെന്ന് ശ്രീ സുരേഷ് ബാബുവും ധരിക്കേണ്ട, ഇത് കാണുന്നവരും ധരിക്കേണ്ട. ഒരു കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൽ ഇടതുപക്ഷ ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കാലത്തും എതിരാളികളെ തോൽപ്പിക്കാൻ അവർ എടുക്കുന്ന ഒരു ആയുധമാണ് എന്ത്? അവരെ തെറി പറയുക. അവരെ പ്രത്യേകിച്ച് സമൂഹ മാധ്യമം നിലവിൽ വന്നതോടു കൂടിയിട്ട് എന്തായി? അത് അങ്ങേയറ്റം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. ഈയിടെ ഈ മുഖ്യമന്ത്രി പറയുന്നൊരു വാക്ക് കേട്ടു. എന്താണ്? മോന്തായം വളഞ്ഞാൽ വീടാകെ വളയും. സത്യമാണ്.
മോന്തായം വളഞ്ഞാൽ വീടാകെ വളയും. ഇനിയും ഞാൻ അദ്ദേഹത്തോട് അങ്ങോട്ടൊരു പഴഞ്ചൊല്ല് പറയുകയാണ്, ആശാനക്ഷരം ഒന്ന് പിഴച്ചാൽ ശിഷ്യൻ 56 പിഴയ്ക്കും. അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പരനാറി പ്രയോഗം, നികഷ്ടജീവി പ്രയോഗം, കടക്ക് പുറത്ത് എന്ന പ്രയോഗം, എടോ ഗോപാലകൃഷ്ണ എന്നുള്ള പ്രയോഗം, ഇതൊക്കെ പറഞ്ഞൊരു മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു പാർട്ടിയുടെ ഒരു അനുയായിയായി ഇദ്ദേഹം ഒരു പ്രിൻസിപ്പൾ, ഒരു കോളേജ് പ്രിൻസിപ്പൾ എന്താണ് ഈ 5ാം ക്ലാസ് വരെ, 5ാം ക്ലാസ് എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. കഴിഞ്ഞ 1ാം പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചപ്പോൾ PRD വകുപ്പ് എനിക്ക് തന്നിട്ടുള്ളത് എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം 5ാം ക്ലാസ്സുകാരനാണ്. നമ്മുടെ മന്ത്രിമാർക്കോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കോ വിദ്യാഭ്യാസം വേണ്ട എന്നുള്ള അറിവ് വെച്ചിട്ട് തന്നെ പറയട്ടെ, ഒരു സ്ത്രീ ഒരു നവകേരള മതിൽ തീർത്തവരാണ് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ആ നവകേരള മതിൽ തീർത്ത പാർട്ടിയുടെ ഒരു വക്താവ് വാതിലടച്ചിട്ടിട്ട് വിദ്യാർത്ഥി നേതാക്കളുമായി എന്താണ് അതിനുള്ളിൽ ചെയ്തിരുന്നതെന്ന് നമ്മൾക്കൊക്കെ അറിയാം. പൊന്തക്കാട്ടിലെ പെൺപിളെ ഒരുമയുടെ ആൾക്കാരെ മറ്റേ പണി ചെയ്യുകയായിരുന്നു. എന്താണ് ഇദ്ദേഹം ഇതുകൊണ്ടൊക്കെ ഈ സാംസ്കാരിക ഒരു കാര്യം രോഹിണി മനസ്സിലാക്കണം, ജനാധിപത്യത്തിലെ രാജാവ് ജനങ്ങളാണ് എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു വെറും വാക്കാണെന്ന് ഇവിടെ പറയാതിരിക്കാൻ നിർത്തിയില്ല. ഞാൻ ഇന്ത്യൻ ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവും ഒന്നും കാണുന്നില്ല. മനോഹരവും അതിവിദഗ്ധവുമായി എഴുതപ്പെട്ട ആ ഭരണഘടനയിലെ അങ്ങേയറ്റം മോശപ്പെട്ടൊരു വാക്കാണ് ജനാധിപത്യത്തിലെ രാജാവ് ജനങ്ങളാണ് എന്നുള്ളത്. തങ്ങളെ ഭരിക്കേണ്ടത് ആരാണ്? വിദ്യാഭ്യാസവും സാംസ്കാരിക ബോധവും ദീർഘവീക്ഷണവും ഉള്ള ആരെങ്കിലും ആകണം ഞങ്ങളെ ഭരിക്കണം എന്ന് പറയാനുള്ള അവകാശം ഈ രാജാക്കന്മാരായ ജനങ്ങൾക്കില്ല. ആർക്കും ആവാം, ഏത് അണ്ടനും അടകോടനും മന്ത്രിയാകാം. അവർ പറയുന്നത് എന്തെന്നും വിളിച്ചു പറയുന്നതെന്നും നമ്മൾ കേൾക്കേണ്ട അവസ്ഥ. ഒരു കാര്യം രോഹിണി കേൾക്കണം, താനൂർ ബോട്ടപകടം ഉണ്ടായി. ആ ബോട്ടപകടം ഉണ്ടാകുന്നതിന് ഒരാഴ്ച മുമ്പ് അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യാമെന്ന മരുമകൻ മന്ത്രിയോടും ഈ തുറമുഖ വകുപ്പ് മന്ത്രിയോടും അവിടുത്തെ ഒരു ബോട്ടിലെ ഡ്രൈവർ പറഞ്ഞു അത്രേ, സാർ ഇവിടുത്തെ ബോട്ട് സർവീസ് നടത്തുന്നത് ശരിയായ രീതിയിലല്ല, ഇത് അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ മന്ത്രി, ഈ തുറമുഖ വകുപ്പ് മന്ത്രി അയാളുടെ മെക്കിട്ട് കയറി. നിങ്ങൾ വാർത്താ മാധ്യമങ്ങളാണ് അത്തരത്തിൽ വാക്ക് ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള ചർച്ചകളിൽ ഞാൻ ഈ മെക്കിട്ട് കയറി എന്ന പദം ഒന്ന് ഉപയോഗിച്ചു. അന്ന് ഈ തട്ടം വിവാദം കേരളത്തിൽ കൊണ്ടുവന്ന് പ്രശസ്തനായ അനിൽകുമാർ എന്ന് പറയുന്ന അദ്ദേഹം ആ ചർച്ചയിൽ പറഞ്ഞത് എത്ര മോശമായ പരാമർശമാണ് ഈ വ്യക്തി നടത്തുന്നത്, ഇങ്ങനത്തെവരെയാണോ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്? ഈ മെക്കിട്ട് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മോശം പരാമർശമാണോ രോഹിണി? അപ്പം മറ്റുള്ളവർ പറയുന്ന വാക്കുകളിലെ നാനാർത്ഥങ്ങളെ കീറി മുറിച്ചുകൊണ്ട് അവരെ ഭത്സിക്കാൻ തയ്യാറാവുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ ആദ്യം തന്നെ ഇത്തരം വിടുവായത്തരങ്ങൾ പറയുന്ന മണിയെ പോലുള്ളവരെ നിയന്ത്രിക്കണം, സജി ചെറിയാനെ പോലുള്ളവരെ നിയന്ത്രിക്കണം. ഇപ്പോൾ രോഹിണി ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനെന്ന നികുതിദായകൻ പറയുന്നു, അല്ലെങ്കിൽ എന്നെ പോലുള്ളവർ പറയുന്നു, എന്നെ ഭരിക്കുന്നവർ സാംസ്കാരിക ബോധമുള്ള ഒരു വ്യക്തിയായിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ സജി ചെറിയാൻ അതിനുള്ള അർഹതയുണ്ടോ? എന്നെ ഭരിക്കുന്നവർ സദാചാര ബോധമുള്ള വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗണേഷ് കുമാറും ഈ AK ശശീന്ദ്രനും അതിന് അർഹതയുണ്ടോ? അതുപോലെ തന്നെ എന്നെ ഭരിക്കുന്ന വ്യക്തിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞാൽ ഈ മണി എന്നെ ഭരിച്ചു പോയതാണ്, അത് ജനങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞാൽ അത് പറയാൻ എനിക്ക് അവകാശമുണ്ടോ? അത്തരം ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായാലും അതിൻ്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന CPM ആയാലും ഇത്തരം വിടുവായത്തരങ്ങളെ അപ്പോഴപ്പോൾ നിയന്ത്രിക്കണം. ഇദ്ദേഹത്തിൻ്റെ ഈ വാമൊഴി വഴക്കം, പിണറായി വിജയന്റെ ഭാഷയിലെ വാമൊഴി വഴക്കം കേൾക്കാത്തവരാരാളുള്ളത്? ചെറ്റ. ആരെയെ വിളിച്ചത്? മാത്യു കുഴൽനാടനെയും പ്രതിപക്ഷ നേതാവിനെയും. ഇത് കേൾക്കേണ്ടവരാണോ അവർ? അല്ല. അത് കഴിഞ്ഞപ്പോൾ എന്താ, പെമ്പിള ഒരുമയിലുള്ളവർക്ക് കേട്ടത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇദ്ദേഹത്തിന് ആരും എന്തും വിളിക്കാം. ഇത്തരം പരാമർശങ്ങളും ഇത്തരം വിരോധാഭാസപരമായിട്ടുള്ള അസഭ്യങ്ങളും പറഞ്ഞപ്പോൾ ഒരു മൃഗത്തിൻ്റെ ചിത്രവും ഇദ്ദേഹത്തിൻ്റെ ചിത്രവും ശാരീരികമായ സാമ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് സമൂഹ മാധ്യമത്തിൽ വന്നപ്പോൾ അതിട്ടവരെ അങ്ങേയറ്റം അവഹേളിക്കാൻ ഇദ്ദേഹത്തിന് കൈയടിച്ച് പ്രോത്സാഹിക്കുന്നവർ തയ്യാറായി. അത് അവരുടെ അവകാശമാണെന്ന് ഇവർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ജനനം കൊണ്ടൊരു വ്യക്തിക്കുള്ള വൈകല്യങ്ങളെ അങ്ങേയറ്റം അപഹസിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്. ഞാൻ അതിനെ തെറ്റായിട്ട് തന്നെ കണ്ടിട്ട് ഞാൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ട വ്യക്തിയാണ്. പക്ഷേ അങ്ങനെ ചെയ്തവരെ ഭത്സിക്കാൻ ഇദ്ദേഹത്തിന് കൈയടിക്കുന്നവർക്ക് എന്ത് അവകാശമാണുള്ളത്? അത് അവരുടെ ഇത് MM മണിയുടെ അവകാശമാണ് അദ്ദേഹത്തിന് എന്തും പറയാനുള്ളത് എന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ അത്? അപ്പോൾ ഇത് നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞു. ഇതിൻ്റെ തെറ്റുകാരായിട്ട് നമ്മൾ കാണേണ്ടത് CPM നേതൃത്വത്തെയാണ്. നമ്മൾ ഹൈക്കോടതി ജഡ്ജിമാരായ പരമോന്നത പദവിയിലിരിക്കുന്നവരെ ശുംഭന്മാർ എന്ന് വിളിച്ചവരെയും തിരുത്തിയിട്ടില്ല ശ്രീ സുരേഷ് ബാബു. ഈ മണിയെയും തിരുത്തിയിട്ടില്ല, സജി ചെറിയാനെയും തിരുത്തിയിട്ടില്ല, G സുധാകരനെയും തിരുത്തിയിട്ടില്ല.
തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള പാഠം ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും പഠിക്കാത്ത നിങ്ങൾക്ക് രാജസ്ഥാനിൽ ഉണ്ടായിരുന്ന 2 സീറ്റ് കൂടി നഷ്ടപ്പെട്ടിട്ടും അഹങ്കാരത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ രോഹിണി.